ഓക്കെ, നമ്മൾ 33-ാമത്തെ പേജിലാണ്. നമ്മൾ അവിടെ ആദ്യം തന്നെ എഴുതിയിരിക്കുന്ന ഇവരുടെ ആ ഒരു പോയട്രി ഡിവൈസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അനലൈസ് മാർക്ക് ആന്റണീസ് യൂസ് ഓഫ് റിക്ടോറിക്കൽ ഡിവൈസസ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ മാർക്ക് ആന്റണി എങ്ങനെയാണ് റിക്ടോറിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അനലൈസ് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അനലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശകലനം ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിശകലനം റിക്ടോറിക്കൽ യൂസ് ടെക്നിക് ആൻഡ് ഓതർ ഓർ സ്പീക്കർ യൂസ് ടു കൺവേ മീനിങ്. അതായത് ഒരു ടെക്നിക്ക് ഒരു ഓതർ അല്ലെങ്കിൽ ഒരു പ്രസംഗികൻ തന്റെ മീനിങ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻഡ് ടു പെർസ്യൂഡ് ദ അതേഴ്സ്, മറ്റുള്ളവരെ തന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, അല്ലെങ്കിൽ തന്റെ മാർഗത്തിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, അത് റിക്ടോറിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിക്ടോറിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഇൻ ഹിസ് സ്പീച്ച്, അവന്റെ സ്പീച്ചിൽ, ആൻഡ് ഒബ്സർവ് ഹൗ ദിസ് ഹെൽപ്പ് ഹിം മാനിപ്പുലേറ്റ് ദ ക്രൗഡ്സ് എമോഷൻ, എങ്ങനെയാണ് ആ ക്രൗഡിന്റെ അല്ലെങ്കിൽ ജനക്കൂട്ടത്തിന്റെ ചിന്തകൾ മാർക്ക് ആന്റണി തന്റെ എമോഷനിലേക്ക് അല്ലെങ്കിൽ അവരുടെ എമോഷനുകൾ ഉയർത്തിക്കൊണ്ട് തന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് നോക്കുക. നൗ പ്രിപ്പയർ ആൻ അപ്രിസിയേഷൻ ഓഫ് ദ സ്പീച്ച്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ സ്പീച്ചിന്റെ ഒരു അപ്രിസിയേഷൻ എഴുതുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്പീച്ചിനെ കുറിച്ച് നല്ലൊരു വാചകം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് പോവുകയാണ്. മാർക്ക് ആന്റണീസ് ഫ്യൂണറൽ ഓറേഷൻ ഇൻ ജൂലിയസ് സീസർ ഈസ് എ മാസ്റ്റർ സ്ട്രോക്ക് ഓഫ് റിക്ടോറിക്കൽ craftsmanship that gradually transforms public sentiment through a cascade of persuasive technique. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, ഈ മാർക്ക് ആന്റണിയുടെ ആ ഒരു ഫ്യൂണറൽ സ്പീച്ച് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ എന്താണ് പറയുന്നത്, മരിച്ചു കിടക്കുന്ന സമയത്ത് ആളുകളെ ഒരാളെ കുറിച്ച് പറയുന്ന ആ പ്രസംഗം, അതാണ് ഫ്യൂണറൽ സ്പീച്ച് എന്ന് പറയുന്നത്. ആന്റണീസ് ഫ്യൂണറൽ ഓറേഷൻ, അല്ലെങ്കിൽ ഓറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗം. ഇൻ ജൂലിയറ്റ് സീസർ മരിച്ചു കിടക്കുമ്പോഴുള്ളത്. ഈസ് എ മാസ്റ്റർ സ്ട്രോക്ക്, അത് ഏറ്റവും നല്ല ഒരു മാസ്റ്റർ പീസ് ആണ്, ഏറ്റവും നല്ല ഒരു പ്രസംഗമാണ്. ഓഫ് റിക്ടോറിക്കൽ ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതായത് ഒരു സാഹിത്യകാരൻ ഒരു റിക്ടോറിക്കൽ ആയിട്ട് ഒരു സംഗതി എഴുതുന്നതിന്റെ ഏറ്റവും നല്ല ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ അർത്ഥമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, സ്കിൽന്നോ വർക്ക്മാൻഷിപ്പെന്നോ അങ്ങനെയൊക്കെ ടെക്നിക്കെന്നോ ഒക്കെ പറയാം. അപ്പൊ അദ്ദേഹം തന്റെ ആ റിക്ടോറിക്കൽ സ്കില്ല് അല്ലെങ്കിൽ കഴിവ് വെളിപ്പെടുത്തിയിരിക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ജൂലിയസ് സീസറിന്റെ പ്രസംഗ സമയത്ത് പറഞ്ഞിരിക്കുന്ന ആ മരണസമയത്ത് നൽകുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം. ദാറ്റ് ഗ്രാജുവലി, അത് പയ്യെ ട്രാൻസ്ഫോംസ്, മാറ്റുന്നു, പബ്ലിക് സെന്റിമെന്റ്, ജനങ്ങളുടെ ആ ഒരു സെന്റിമെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വികാരത്തെ, പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനത്തിന്റെ വികാരത്തെ, ട്രാൻസ്ഫോംസ് എന്ന് വെച്ചാൽ മാറ്റുന്നു. അപ്പൊ ഗ്രാജുവലി എന്ന് വെച്ചാൽ പയ്യ, അപ്പൊ ഗ്രാജുവലി പൊതുജനത്തിന്റെ വികാരത്തെ മാറ്റുന്നു ത്രൂ കസ്കേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് പറയുന്നത്, ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ടോർമെന്റ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം. അല്ലെങ്കിൽ പയ്യെ 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 ഒരു ഫോഴ്സ് ആയിട്ട് വന്ന്, ഓക്കെ, എന്താണ് ചെയ്യുന്നത്, ആളുകളുടെ ആ ഒരു വികാരത്തെ മാറ്റിയെടുത്തുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യിക്കുകയാണ്. കൺവിൻസിങ് ടെക്നിക്ക്, അദ്ദേഹത്തിന്റെ ഒരു ആ വികാരത്തെ മാറ്റിയെടുത്ത് മറ്റൊരു കാര്യം ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവിൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ കുറിച്ച് അവരെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു ടെക്നിക്കായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഹി ബിഗിൻസ് വിത്ത് എ റെസ്പെക്ട്ഫുൾ ടോൺ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, വളരെ ബഹുമാനം നൽകുന്ന ഒരു ടോണോട് കൂടി അല്ലെങ്കിൽ ഒരു പ്രസംഗ ശൈലിയോട് കൂടിയാണ് തുടങ്ങുന്നത്. ഓക്കെ, ഡിസാമിങ് ദ ക്രൗഡ് വിത്ത് ഫ്രണ്ട്സ്, അതായത് ക്രൗഡിനെ ചാം ചെയ്തുകൊണ്ട്, അട്രാക്ഷൻ ഏറ്റെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ക്രൗഡിനെ തന്നിലേക്ക് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട്, ക്രൗഡ് വിത്ത് ഫ്രണ്ട്സ്, കൺട്രീമാൻ. ഓക്കെ, അതിനുശേഷം ബിഫോർ ഡെഫിറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്കിൽഫുള്ളി എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ അവിടെ ഡെഫിറ്റ്ലി അല്ലെങ്കിൽ സ്കിൽഫുള്ളി അതായത് വാക്കുകൾ ഒരു കാര്യം പറഞ്ഞ് പ്രൈസ്, അദ്ദേഹത്തിന്റെ ആ ഒരു റിപ്പീറ്റഡ് പ്രൈസ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്, അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, അങ്ങനെ ബ്രൂട്ടസിനെ മനസ്സിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്.
ത്രൂ റെക്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് റെക്ടോറിക്കൽ ക്വസ്റ്റ്യൻ, അതായത് ചില ചോദ്യങ്ങൾ നമ്മളുടെ ആ പ്രസംഗികൻ അവിടെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആൻസർ ആരിൽ നിന്നും ആ കേൾവിക്കാരിൽ നിന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം എന്താ ചെയ്യുന്നത്, അവരെ കൊണ്ട് ചിന്തിക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ലൈക്ക് വാസ് ദിസ് അംബീഷ്യസ് എന്ന് ചോദിക്കുന്നുണ്ട് അവർ. അതായത് ഈ ബ്രൂട്ടസ് എന്ന് പറയുന്ന ആള് ഇദ്ദേഹം വളരെ അംബീഷ്യസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഈ റെക്ടോറിക്കൽ ക്വസ്റ്റ്യൻസിലൂടെ അദ്ദേഹം ഈ സീസർ ചെയ്തിരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഓരോ നല്ല കാര്യങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ട് ഈസ് ഇറ്റ് അംബിഷൻ, അതായത് സ്വാർത്ഥതയാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആൻഡ് പവർഫുൾ എമോഷണൽ അപ്പീൽ, അതിനോടൊപ്പം അതല്ല എന്ന് ജനത്തെ കൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ട് ആളുകളുടെ വികാരത്തിലേക്കാണ് അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ച് ആസ് ഹിസ് പോർട്രയൽ ഓഫ് സീസേഴ്സ് കമ്പാഷൻ ഫോർ ദ പുവർ. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഈ ജനങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, സീസറിന് പാവപ്പെട്ടവരോട് എത്ര ദയയുണ്ട് എന്നുള്ളത്. ആന്റണി സബ്സ്റ്റന്റ്ലി ഷോസ് ഡൗട്ട് ആൻഡ് സ്റ്റീർസ് ഗ്രീഫ്. ആന്റണി എന്താണ് ചെയ്യുന്നത്, ഈ സബ്സ്റ്റന്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫെയിൻറ്റ്ലി അല്ലെങ്കിൽ തിന്നിലി ഒക്കെ എന്താണ് ചെയ്യുന്നത്, ഡെലിക്കേറ്റ്ലി എന്നൊക്കെ പറയാം. അദ്ദേഹം അതായത് വളരെ പയ്യെ പയ്യെ എന്താണ് ഷോസ് പയ്യെ ആൻഡ് അതുപോലെ അതായത് അല്ലെങ്കിൽ പറയുന്നത് എന്ന ആളുകളെ മനസ്സിലാക്കി സോറ, അദ്ദേഹത്തിന്റെ സോറയാണ് സത്യസന്ധമാണ് എന്ന് ആ ജനങ്ങളെ പറഞ്ഞ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് സാധിക്കുകയാണ്. ദ കലുമിനേറ്റീവ് എഫക്ട് ഓഫ് ദീസ് ഡിവൈസ് മാനിപ്പുലേറ്റ്സ് ദ ക്രൗഡ്സ് എമോഷൻസ്. ഇതിന്റെ കലുമിനേറ്റീവ്, ഏറ്റവും അവസാനം വരുന്ന പരിപാടി എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ അന്ത്യത്തിൽ എന്ത് പറ്റുന്നു, ദ എഫക്ട് ഓഫ് ദിസ് ഡിവൈസ്, ഈ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസിന്റെ എഫക്ട്, ഫലം എന്താണെന്ന് ചോദിച്ചാൽ മാനിപ്പുലേറ്റ്സ്, അതായത് ജനങ്ങളുടെ ആ മനസ്സിനെ അദ്ദേഹത്തിന് വേണ്ട രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ദ ക്രൗഡ്സ് എമോഷൻ, അവർ ക്രൗഡിന്റെ ആ വികാരങ്ങളെ അദ്ദേഹത്തിന് വേണ്ട രീതിയിലേക്ക് ട്രാൻസ്ഫോമിങ്, അത് മാറ്റിയെടുക്കുകയാണ്. ദ റീസൺ ആൻഡ് അക്സെപ്റ്റൻസ്, അതായത് പോലെ തന്നെ അവരെ കൊണ്ട് റീസൺ, അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ്, അക്സെപ്റ്റൻസ് ഓഫ് ജീസസ് ഡെത്ത് ഇൻ ടു എ പാഷനേറ്റ് റിബല്യൻ. അങ്ങനെ അദ്ദേഹം അവരുടെ ചിന്തകളെയും ആ വികാരങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്ത് തൻ്റെ രീതിയിലേക്ക് കൊണ്ടുവന്ന് ആ ജനത്തെ കൊണ്ട് എന്ത് ചെയ്യുന്നു, സീസറിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു റിബല്യൻ അല്ലെങ്കിൽ ഒരു വിപ്ലവം അവിടെ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ആ ജനത്തെ മാറ്റിയെടുക്കുകയാണ്. അൾട്ടിമേറ്റ്ലി ആന്റണി ഡസ് നോട്ട് കംഫോർട്ട് ദ കോൺഫോർട്ട് ദ കോൺസ്പിറേറ്റേഴ്സ് ഡയറക്ട്ലി. പിന്നെ അവസാനമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ലിറ്റററി ഡിവൈസിൽ ഒരിക്കൽ പോലും മാർക്ക് ആന്റണി എന്താണ്, ഈ കോൺസ്പിറേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഗൂഢാലോചക സംഘത്തെ നേരിട്ട് കുറ്റപ്പെടുത്തിയിട്ടില്ല. ഡയറക്ട്ലി ഹി ലെറ്റ് റിട്രോജിക് ഡു ദ റെവല്യൂഷൻ. അദ്ദേഹത്തിന്റെ ആ ലിറ്റററി ഡിവൈസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ വിപ്ലവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റിവെച്ചു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അടുത്ത വീഡിയോയിലേക്ക് പോകാം.